രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ പുരസ്കാരത്തിനുള്ള നോമിനേഷൻ പുറത്തുവിട്ടു. വിവിധ മേഖലകളിലായി 15 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുക. മലയാളത്തിലെ മുഴുവൻ ചാനലുകളിലെയും പരമ്പരകളും പരിപാടികളും ഉൾപ്പെടുത്തിയാണ് പുരസ്കാര നിർണയം എന്നതാണ് സവിശേഷത. മികച്ച നടൻ, നടി, സംവിധായകൻ, പോപ്പുലർ ആക്ടർ തുടങ്ങി 15 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. മലയാളത്തിലെ മുഴുവൻ ചാനലുകളിലും സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളും പരിപാടികളും പുരസ്കാര നിർണയത്തിനായി പരിഗണിക്കുന്നു എന്നതാണ് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുരസ്കാരത്തിനുള്ള നോമിനേഷൻസ് പുറത്തുവിട്ടു. മികച്ച നടനുള്ള പുരസ്കാരത്തിനായി സാജൻ സൂര്യ, പ്രബിൻ, വിവേക് ഗോപൻ, രാജീവ് റോഷൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. മെർഷീന നീനു, റബേക്ക സന്തോഷ്, അമല ഗിരീശൻ, ഐശ്വര്യ റാംസായി എന്നിവർ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോപ്പുലർ ആക്ടർ, പോപ്പുലർ ആക്ട്രസ്, സംവിധായകൻ, മികച്ച സീരിയൽ, ഹാസ്യതാരം തുടങ്ങിയവയ്ക്കൊപ്പം മികച്ച അവതരണത്തിനും പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിനി സ്ക്രീനിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയവർ ആരെന്ന് കണ്ടെത്തുന്നതിൽ പ്രേക്ഷകർക്കും പങ്കാളികളാകാം. വിവിധ പുരസ്കാരങ്ങൾക്കായി നോമിനേറ്റ് ചെയ്യപ്പെട്ട തങ്ങളുടെ ഇഷ്ടതാരങ്ങൾക്കായി പ്രേക്ഷകർക്ക് വോട്ട് രേഖപ്പെടുത്താം. പ്രേക്ഷക അഭിപ്രായങ്ങൾക്കൊപ്പം സിനിമ, സീരിയൽ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടുന്ന ജൂറിയാണ് അവാർഡുകൾ നിർണ്ണയിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തുന്ന പ്രേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവാർഡ് നിശയിൽ പങ്കെടുക്കാനുള്ള സുവർണാവസരവും കേരള വിഷൻ ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 5 വൈകിട്ട് 5 മണി മുതൽ തൃശൂർ ഗ്രാൻഡ് ഹയാത്തിലാണ് കേരളം കാത്തിരിക്കുന്ന അവാർഡ് നിശ അരങ്ങേറുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.